ഇന്ന് പകലിൽ ഈ ആരാധനയിൽ നമ്മൾ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ആഴമായി പ്രവർത്തിക്കേണ്ടതിനായി എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2 തിരുവചന ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗത്തിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ 2 തിരുവചന ഭാഗങ്ങളും മുമ്പ് 2 സന്ദർഭങ്ങളിലായിട്ട് ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള തിരുവചന ഭാഗങ്ങളും ആണ്. സ്തോത്രം. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുള്ളവർക്ക് അതറിയാം എന്നാണ് എൻ്റെ ചിന്ത. ഒന്ന്, ഇതൊരു 2 വർഷം ആയി ഈ വാക്യം പ്രസംഗിച്ചിട്ട്. ഞാൻ പ്രസംഗിച്ച എല്ലാ ഭാഗങ്ങളും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ കോട്ടയത്ത് ഒരു സഭയെ ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ ഒരു സഹോദരി വേദപുസ്തകത്തിൽ തന്നെ ആ വാക്യം എന്നിട്ട് JP എന്ന് എഴുതി വെക്കുമായിരുന്നു. ജോസ് പാപ്പച്ചൻ പ്രസംഗിച്ചതാണ്, ഈ വാക്യം പ്രസംഗിച്ചാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. രണ്ടാമതൊരു പ്രാവശ്യം ആ വാക്യം എടുത്താൽ പാസ്റ്റർ പണ്ടൊരിക്കൽ ഈ വാക്യത്തിൽ നിന്ന് പ്രസംഗിച്ചത് വേറെ ആയിരിക്കും എന്ന് ഓർപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ എഴുതി വെക്കുന്നവർ ചിലപ്പോൾ കണ്ടേക്കാം. സ്തോത്രം. എന്തായാലും ഈ തിരുവചന ഭാഗങ്ങൾ 2ൽ നിന്ന് ഞാൻ ഓർപ്പിച്ചതാണ് എന്ന് മുൻകൂർ ഓർപ്പിക്കട്ടെ. ഒന്ന്, 90 സങ്കീർത്തനം, അതിൻ്റെ 17ാമത്തെ വാക്യമാണ്. ആ സങ്കീർത്തനം വായിക്കാഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പോകുന്ന സമയത്ത് 90 സങ്കീർത്തനം വായിച്ചിട്ട് പോകരുതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സങ്കീർത്തനം വായിപ്പിക്കാഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിലെ ആ വാക്യം നമുക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്യമല്ല. പക്ഷേ 90 സങ്കീർത്തനം മുഴുവൻ വായിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, എന്നാലും നമുക്ക് ചിലപ്പോൾ ഒരു മാനസിക പ്രയാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണ്ടൊരു പാസ്റ്ററെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവം എനിക്കറിയാം. അദ്ദേഹം പോയ വഴിക്ക് 90 സങ്കീർത്തനം വായിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സങ്കീർത്തനം വായിക്കാൻ. പക്ഷേ 17ാമത്തെ വാക്യം ആരംഭത്തിൽ വായിക്കാം. മറ്റൊരാൾ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങളും. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. മതി. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. മതി. ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട 2 തിരുവചനങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തിരുവചന ഭാഗങ്ങളിൽ കൂടെ കർത്താവ് നമ്മോട് എല്ലാവരോടും ഇടപെടേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടെ കർത്തൃപാദപീഠത്തിൽ നമുക്ക് ആയിരിക്കാം. 90 സങ്കീർത്തനത്തിലെ വാക്യം ആഴമായ നിലയിൽ ഒരാഴ്ചയല്ല 2 ആഴ്ചയിൽ ഞാൻ ആ ഭാഗം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മൾ ആ തിരുവചന ഭാഗം, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പ്രസാദം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അന്ന് ഞാൻ ഓർപ്പിച്ചത്. അത് ഞാൻ ഈ മത്തായിയുടെ സുവിശേഷം പറയുന്ന സന്ദർഭത്തിൽ ആ വാക്യത്തിൽ കൂടെ കയറി വന്നോളാം. 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. സ്തോത്രം. പ്രധാനമായിട്ടും ആദ്യത്തെ ഭാഗത്താണ് വായിച്ച 2ാമത്തെ വാക്യവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. എങ്കിലും ഇതിൻ്റെ ആ 2ാമത്തെ ഭാഗം ഒന്ന് ഓർപ്പിച്ചോട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സാധ്യമാകണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും. ഏത് കാര്യവും ഫലവത്താകണമെന്ന് ഇച്ഛിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ള ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടെയാണ് നമ്മൾ ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. പക്ഷേ എല്ലാ കാര്യവും ഫലവത്താകണമെന്നില്ല, എല്ലാ പ്രവൃത്തികളും വിജയിക്കണമെന്നില്ല, എല്ലാ പ്രവൃത്തികളും സാധ്യമാകണമെന്ന് ഇല്ല. എത്രയോ പേർ പലതും ആരംഭിച്ചിട്ട് അത് നഷ്ടത്തിലും കഷ്ടത്തിലും ഒക്കെയായി
മാറിയ അനുഭവങ്ങൾ ഉണ്ട്. വലിയ തുടക്കങ്ങൾ തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ ഇടയ്ക്ക് വെച്ച് പണനഷ്ടവും മറ്റ് നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ട്. എന്നാൽ ഈ വാക്യത്തിൽ പറയുന്നത് അവിടെ ഒരു പ്രാർത്ഥനയാണ്, മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ എന്ത് ചെയ്യണമേ? സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ എന്ത് ചെയ്യണമേ? സാധ്യമാക്കി തരണമേ. അപ്പോൾ കൈകളുടെ പ്രവൃത്തികൾ പരാജയപ്പെടാം, അത് നിഷ്ഫലമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ ഭക്തനായ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം സാധ്യമാക്കി തരണമേ. എന്നിട്ട് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുക, അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ എന്ത് ചെയ്യണമേ? സാധ്യമാക്കി തരണമേ. ഒരു മനുഷ്യൻ്റെ കൈകളുടെ പ്രവൃത്തി സാധ്യമാകണമെങ്കിൽ തിരുവചനം അതിന് വ്യക്തമായ ആലോചനകൾ നമുക്ക് നൽകുന്നുണ്ട്. യോശുവയുടെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം, യോശുവയുടെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് പെട്ടെന്നൊന്ന് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല, എങ്കിലും ആ വാക്യം ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ മുമ്പോട്ട് വരുവാൻ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ 7-8 വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കാമോ? എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രമിരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവം യോശുവയോട് പറയുന്ന കാര്യം, എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം. എന്നിട്ട് പറയാം, നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടുന്നതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്? മാറരുത്. 2 പാരലായിട്ടുള്ളതായ ട്രാക്ക്, റെയിൽവേ ട്രാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? 2 ട്രാക്കാണുള്ളത് അല്ലേ? 2 ലൈനാണ് ഉള്ളത്. ആ ട്രാക്കിൻ്റെ അതിൻ്റെ ഒരു നൂലട പോലും വ്യത്യാസമില്ലാതെ അത് കൃത്യമായിരിക്കും അതിൻ്റെ അളവ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ആ ട്രാക്ക് വിട്ട് എന്ത് ചെയ്യരുത്? മാറരുത്. എന്താ? ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടുന്നതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്? മാറരുത്. ആ ട്രാക്ക് വിട്ട് പോകരുത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ട്രാക്ക്. അത് വിട്ട് ഇടത്തോട്ട് പോകരുത്, വലത്തോട്ട് പോകരുത്. അതിൻ്റെ നടുവിൽ കൂടെ എന്ത് ചെയ്തു കൊള്ളണം? നടന്നു കൊള്ളണം. എങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും നമ്മൾ എന്തായി മാറും? ശുഭമായിരിക്കും. അടുത്ത വാക്യം, 8-ാമത്തെ വാക്യം വായിക്കാമോ? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത്. അടുത്ത വാക്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അത് എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി എന്ത് ചെയ്യും? സാധിക്കും. നീ കൃതാർത്ഥനായും ഇരിക്കും. മതി നോക്ക. സ്തോത്രം. എന്നാൽ നിന്റെ പ്രവൃത്തി എന്ത് ചെയ്യും? സാധിക്കും. എങ്ങനെയാ നമ്മുടെ പ്രവൃത്തി സാധിക്കുന്നത്? അവിടെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചു, യഹോവേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ എന്ത് ചെയ്യണമേ? സാധ്യമാക്കി തരണമേ. ഇവിടെ യോശുവയോട് ദൈവം തന്നെ പറയുന്ന ഭാഗമാണിത് അല്ലെ? ദൈവം തന്നെ പറയുകയാണ്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്? നീങ്ങിപ്പോകരുത്. നിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്? അപ്പം ന്യായപ്രമാണം കല്ലിൽ കൊത്തിക്കൊടുത്ത പ്രമാണമാണ് അല്ലേ? ന്യായപ്രമാണം കല്ലിൽ കൊത്തിക്കൊടുത്ത പ്രമാണമാണ്. പിൽക്കാലത്ത് അത് പുസ്തകത്തിലായി. ഇന്ന് നമുക്ക് എഴുതപ്പെട്ട പുസ്തകം നമ്മുടെ കയ്യിൽ ഉണ്ട്. എന്നിട്ട് ദൈവം യോശുവയോട് പറയുന്നത്, ഇത് പുസ്തകത്തിൽ ഇരുന്നാൽ പോരാ. ഇത് എവിടെ ഇരുന്നാൽ പോരാ?
പുസ്തകത്തിൽ ഇരുന്നാൽ പോരാ, ഇത് നിന്റെ അധരത്തിൽ വരണം. മനസ്സിലാകുന്നുണ്ടോ? ഇത് പുസ്തകത്തിൽ നിന്ന് നിന്റെ അധരത്തിലോട്ട് വരണം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ വചനം പുസ്തകത്തിനകത്ത് ഇരിക്കാനുള്ളതല്ല, ഇത് നമ്മുടെ അധരത്തിനകത്ത് കയറാനുള്ളതാണ്. ഇത് അധരത്തിനകത്ത് കയറിയാൽ, അധരത്തിൽ നിന്ന് ഈ തിരുവചന ഭാഗം പുറപ്പെട്ടാൽ, അത് മാത്രമല്ല അടുത്ത പറയുന്നത്, അതിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും പ്രമാണിച്ച് നടക്കുന്ന, നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് പകൽ വേളയിൽ ഈ പുസ്തകത്തിൽ നിന്ന് ഇത് നിന്റെ ഹൃദയത്തിനകത്തോട്ട് വരണം. ഈ പുസ്തകത്തിനകത്ത് അത് നിന്റെ അധരത്തിനകത്തേക്ക് വരണം. അത് ദിനം പ്രതി രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി എന്ത് ചെയ്യും? സാധിക്കും. ഇന്ന് പകൽ വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ പ്രമാണം പുസ്തകത്തിനകത്ത് എല്ലാവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ നിന്റെ ജീവിതത്തിലെ ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽ വേളയിൽ ആ പുസ്തകത്തിലുള്ളത് നിന്റെ ഹൃദയത്തിനകത്തും നിന്റെ അധരത്തിനകത്തും കൊണ്ടുവരാൻ എത്ര ദൈവത്തിന് മക്കൾ തയ്യാറാകും? ആ വചനം വിളിച്ചു പറയാൻ എത്ര പ്രിയപ്പെട്ടവർ വിശ്വാസത്തോടുകൂടെ ഇതെനിക്ക് വേണ്ടി എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് എന്ന് ഉള്ള തിരിച്ചറിവിൽ അത് വിളിച്ചു പറയാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർക്കാണ് അതിൻ്റെ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായി തീരുന്നത്. ഇത് പുസ്തകത്തിനകത്തിരിക്കാനുള്ളതല്ല പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ഇത് അധരത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അധരത്തിലേക്ക് ഈ വചനം വരുമ്പോൾ ഇന്ന് പകൽ വേളയിൽ നിന്റെ ജീവിതത്തിലെ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം നിന്റെ അധരത്തിൽ ചിലത് തരാനിടയായി തീരും. യോശുവയും ഇസ്രായേൽ മക്കളും ഹല്ലേലൂയ ജീവിതത്തിൽ വലിയ ഒരു യുദ്ധം നേരിടുന്ന സന്ദർഭത്തിൽ ആ യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് തോന്നുന്നതായ ആ പ്രത്യേക സാഹചര്യത്തിൽ ആ യുദ്ധത്തിൽ വിജയത്തിന് അല്പം കൂടെ സമയം വേണമെന്ന് തനിക്ക് തോന്നിയതായ പ്രത്യേക സന്ദർഭത്തിൽ യോശുവ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു: സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് താൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ഹല്ലേലൂയ സൂര്യനെ പിടിച്ചു നിർത്തി, ഭൂമിയുടെ കറക്കത്തെ പിടിച്ചു നിർത്തിയ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നീ ചെയ്യുന്ന പ്രവൃത്തികൾ സാധ്യമായി തരണമെങ്കിൽ നിന്റെ അധരത്തിനകത്തേക്ക് വചനം വരുമ്പോൾ, ആ വചനം ദൈവം തരുന്ന വചനങ്ങൾ നീ വിളിച്ചു പറയുമ്പോൾ, അത് വിശ്വാസത്തോടെ വിളിച്ചു പറയുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരാൻ ഇടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് എഴുതപ്പെട്ട പ്രമാണം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലും ദൈവം ജീവിതത്തിൽ നൽകിയ, നമുക്ക് മോശയുടെ കാലത്താണല്ലോ ഈ ന്യായപ്രമാണമൊക്കെ ഇസ്രായേൽ മക്കൾക്ക് ലഭിക്കപ്പെടുന്നത്. അതിനു മുമ്പ് ആളുകൾ ജീവിച്ചിരുന്നു. അവർക്ക് എഴുതപ്പെട്ട പ്രമാണമൊന്നുമില്ലായിരുന്നു. പക്ഷേ അവർക്ക് ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്ന വചനത്തിൻ്റെ അനുഭവങ്ങൾ, വെളിപ്പാടുകൾ, ദർശനങ്ങൾ എല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവം നൽകിയിട്ടുള്ളതായ ആത്മീക വചനങ്ങൾ ജീവിതത്തിൽ പരിപാലിച്ച ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ശ്രദ്ധിച്ചേ മക്കളെ, സ്തോത്രം. ഇങ്ങോട്ട് ശ്രദ്ധിക്കാം മാമ, ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. സ്തോത്രം. ഇന്ന് പകൽ നിങ്ങൾ ഈ അശ്രദ്ധ ഉണ്ടാക്കരുത്. ഇതിനകത്ത് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ഹല്ലേലൂയ ആ വചനം, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1-ന്റെ 10-ാമത്തെ വേഗത്തിൽ വായിച്ചാട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 1-ന്റെ 10-ാമത്തെ വാക്യം. ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവന്റെ വീട്ടിനും. നോക്ക്, നീ ദൈവഭക്തനായിരിക്കുന്ന, ഒന്നുകൂടെ വായിച്ച മോളെ. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്, നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്ത് ചെയ്തിരിക്കുന്നു? അനുഗ്രഹിച്ചിരിക്കുന്നു. യോബിനെ കുറിച്ച് പറയുകയാണ്. ആരാ പറയുന്ന? മനുഷ്യനല്ല പറയുന്നത്. പ്രത്യേകത ആരാ പറയുന്നത്? സാത്താനാ പറയുന്നത്, അല്ലേ? സാത്താനാ പറയുന്നത് നീ അവന്റെ പ്രവൃത്തിയെ എന്ത് ചെയ്തിരിക്കുന്നു? അനുഗ്രഹിച്ചു. ആരുടെ പ്രവൃത്തിയെ?
യോബിന്റെ പ്രവൃത്തിയെ ആരനുഗ്രഹിച്ചു? ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. എന്താ കാരണം? ഇന്ന് പകൽവേളയിൽ പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ദൈവം കൊടുത്തതായ വചനങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ എഴുതപ്പെട്ട പ്രമാണമൊന്നുമില്ല, പക്ഷേ ദൈവം ഹൃദയത്തിനകത്ത് കൊടുത്ത ആ വചനങ്ങൾ അത് അതരത്തിൽ ഉരുവിടുകയും അതിനനുസരിച്ച് ഹല്ലേലൂയ തൻ്റെ മക്കളെയൊക്കെ ആ വിധത്തിൽ താൻ വളർത്തുന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ജീവിതത്തിൽ പരിപാലിക്കുന്ന ഓരോ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സാത്താൻ പോലും പറയുകയാണ്, എന്തുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്, എന്തുകൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ സാധ്യമാകുന്നത്, എന്തുകൊണ്ട് അവൻ്റെ പ്രവർത്തികളൊക്കെ സാധ്യമായി വരുന്നത്. ഇന്ന് പകൽവേളയിൽ നീ അവൻ്റെ പ്രവൃത്തിയെ എന്ത് ചെയ്തിരിക്കുന്നു? അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്ന് പകൽവേളയിൽ എഴുതപ്പെട്ട വചനം നമ്മുടെ അധരത്തിൽ വന്നാൽ, നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ, അതിനനുസരിച്ച് നടക്കാൻ തയ്യാറായാൽ, അത് വിളിച്ചു പറയാൻ ദൈവത്തിന് മക്കൾ തയ്യാറായാൽ, നമ്മുടെ ഏത് പ്രവൃത്തിയെയും, വിശുദ്ധമായ ഏത് പ്രവൃത്തിയെയും എൻ്റെ ദൈവം അനുഗ്രഹിപ്പാൻ ശക്തിയുള്ളവനായ ദൈവമെന്ന് ഇന്ന് പകൽവേളയിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ ഈ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യം ഇടുവാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ വാക്യം ഇടണം, അല്ലെങ്കിൽ ഇടരുത്. സ്തോത്രം. ഇടുവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പിന്നെ ഞാൻ പുസ്തകത്തിൽ നോക്കത്തില്ല. ഓക്കെ. സെബലൂൺ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യങ്ങളിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് പരാമർശിച്ചിരിക്കുന്നത്. ഒന്ന്, ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. 2, മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം എന്ത് ചെയ്തു? ഉദിച്ചു. ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. 2, മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് എന്ത് ഉദിച്ചു? പ്രകാശം ഉദിച്ചു. ആരാണ് ഇരുട്ടിലിരിക്കുന്നത്? ആരാണ് മരണദേശത്തിരിക്കുന്നത്? അവിടെ തന്നെ പറയുന്നുണ്ട്, സെബുലൂൻ ദേശം, നഫ്താലി ദേശം, കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ളതായ നാട്, ജാതികളുടെ ഗലീല. ഈ 4 അനുഭവങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും കാണുവാൻ കഴിയുന്നത്. ഇവർ ആദ്യം മുതൽ ഇരുട്ടിലാണോ? ഇവർ ആദ്യം മുതൽ മരണദേശത്തിലാണോ? ഇവർ ആദ്യം മുതൽ മരണ നിഴലിൻ്റെ അനുഭവത്തിൽ ആയിരുന്നു? ഒരിക്കലും അല്ല. അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചാൽ അവരൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. അത് ഓരോന്നും എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ മുമ്പോട്ടത് പ്രസൻറ്റ് ചെയ്യാം. ആവർത്തന പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 33-ന്റെ 23-ാമത്തെ. നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത്, ഇവിടെ ദൈവത്തിന്റെ ദാസനായ മോശ ഇസ്രായേൽ ഗോത്രങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറും തെക്കും എന്ത് ചെയ്യുക? കൈവശമാക്കുക. ഓക്കെ. മോശ നഫ്താലിയെ അനുഗ്രഹിക്കുന്ന സമയത്ത്, നഫ്താലി ഇതിനകത്തുണ്ടല്ലോ, സെബുലൂൻ ദേശം, നഫ്താലി ദേശം, ഹല്ലേലൂയ, കടൽക്കരയിലെ യോർദാൻ അക്കരയുള്ള നാട്, ജാതികളുടെ ഗലീല, 4 ദേശങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ നഫ്താലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണമേ. നഫ്താലി ദൈവത്തിന്റെ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമാണ്. അല്ലേ? ദൈവത്തിന്റെ പ്രസാദം കൊണ്ട് അവൻ അങ്ങനെയുള്ളവനാണ്, തൃപ്തനാണ്. നമ്മളെ സങ്കീർത്തനത്തിൽ വായിച്ചു, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ നഫ്താലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ ദൈവത്തിൻ്റെ പ്രസാദം കൊണ്ട് എങ്ങനെയുള്ളവനാണ്? തൃപ്തനാണ്.
രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമാണ്. സ്തോത്രം. ഇനി നോക്കിയേ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ബാക്കി അവിടെ നിൽക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. 5-ന്റെ 18-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കണമേ. 5-ന്റെ 18. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം. നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ, നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. സ്തോത്രം. ഇവിടെ ഈ രണ്ട് കൂട്ടരെ കുറിച്ച് പറയാണ്. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. എപ്പോഴാണ് ഇത് പറയുന്നത്? 20 വർഷം, എല്ലാവരും ശ്രദ്ധിക്കണേ, 20 വർഷം ഇസ്രായേലിനെ ഞെരുക്കിയ കനാന്യ രാജാവായ യാബീനും അവൻ്റെ സേനാനായകനായ സീസരയും 900 ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്ന സീസരയും കൂടെ ചേർന്ന് 20 വർഷം ആരെ ഞെരുക്കിക്കൊണ്ടിരുന്നു? ഇസ്രായേൽ ജനതയെ ഞെരുക്കിക്കൊണ്ടിരിപ്പാൻ ഇടയായി തീർന്നു. ആ സമയത്ത് അവർ ഒരു വിടുതലിന് വേണ്ടി ദൈവത്തോട് എന്ത് ചെയ്യുകയാണ്? നിലവിളിക്കുകയാണ്. ആ വിടുതലിന് വേണ്ടി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ ഇടയിൽ ലപ്പിദോത്തിന്റെ ഭാര്യയായ ദബോര എന്ന് പറയുന്ന ഒരു ന്യായാധിപയെ, അവൾ പ്രവാചക കൂടെയാണ്, ഒരു ന്യായാധിപയെ എന്ത് ചെയ്യുകയാണ്? എഴുന്നേൽപ്പിക്കുകയാണ്. സ്തോത്രം. ഒരിക്കൽ ഈ ദബോരയിൽ കൂടെ ദൈവത്തിൻ്റെ അരുളപ്പാട്, സ്തോത്രം, ബാരാക്ക് എന്ന് പറയുന്നതായ മനുഷ്യന് ലഭിപ്പാൻ ഇടയായി തീർന്നു. ആ ബാരാക്ക് നോട് പറയുകയാണ്, നീ പോയി കുറെ ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ട്, സ്തോത്രം, 10,000 പേരെ കൂട്ടിക്കൊണ്ട് ഈ സീസറയോട് യുദ്ധത്തിന് വേണ്ടി പോകണം എന്ന് ഓർപ്പിച്ചു. ദൈവം അവരെ നിന്റെ കയ്യിൽ എന്ത് ചെയ്യും? ഏൽപ്പിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്നാൽ ബാരാക്ക് ഭയപ്പെട്ട്, നീ കൂടെ എന്നോടുകൂടെ പോരുന്നെങ്കിൽ ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങനെ ദബോരയും കൂടെ പോയി. പക്ഷെ ആ പോകുന്ന പോക്കിൽ ലഭിക്കുന്നതായ വിജയത്തിൻ്റെ മഹത്വം ഒരു സ്ത്രീക്ക് പോകുമെന്ന് ഒക്കെയുള്ളതായി പ്രവചനം നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. യായേൽ എന്ന് പറയുന്ന സ്ത്രീക്ക് പിന്നീട് അതിൻ്റെ ക്രെഡിറ്റ് ഒക്കെ പോയി. പക്ഷേ ഈ യുദ്ധത്തിൽ ഹല്ലേലൂയ എല്ലാവരും, മറ്റുള്ള ഗോത്രങ്ങളൊക്കെ പലരും അതിൽ നിന്ന് എന്ത് ചെയ്തു? ഒഴിഞ്ഞു മാറാനിടയായി തീർന്നു. യുദ്ധം ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. രൂബേനെ കുറിച്ച് അവിടെ പറയുന്നത്, അവിടെ അതിൻ്റെ 5-ാമത്തെ അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, രൂബേൻ നീർച്ചാലുകൾക്ക് അരികെ ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ഗിലെയാദ് യോർദാൻ അക്കരെ എന്ത് ചെയ്തു? പാർത്തു. ദാൻ കപ്പലുകൾക്കരികെ എന്ത് ചെയ്തു? താമസിച്ചു. ആശേർ സമുദ്രതീരത്ത് അനങ്ങാതെയിരുന്നു. അപ്പൊ നോക്കിക്കേ, ഇവിടെ രൂബേൻ ആ യുദ്ധത്തിൽ വന്നില്ല. ഹല്ലേലൂയ. അതുപോലെ ഗിലെയാദ് ആ യുദ്ധത്തിൽ വന്നില്ല. ദാൻ ആ യുദ്ധത്തിൽ വന്നില്ല. ആശേർ സമുദ്രതീരത്ത് അനങ്ങാതെയിരുന്നു. ചിലരൊക്കെ കയ്യും കെട്ട് നോക്കി നിന്നപ്പോൾ, ചിലരൊക്കെ മറ്റു പല ആലോചനകളിലായിരുന്നപ്പോൾ, ചിലര് മറ്റു പലതിലും ആയിത്തീർന്നപ്പോൾ, ഇന്ന് പകൽ വേളയിൽ, സ്തോത്രം, ഹല്ലേലൂയ, സെബുലൂനെ കുറിച്ചും നഫ്താലിയെ കുറിച്ചും പറയാണ്. അവർ പോർക്കളമേടുകളിൽ തന്നെ എന്ത് ചെയ്തവരാണ്? നിന്നവരാണ്. എന്തിനാ? കഴിഞ്ഞ 20 വർഷം അവരെ ഞെരുക്കിയ ശക്തികൾക്കെതിരെ പലരും അനങ്ങാതിരിക്കുമ്പോൾ, പലരും ഹല്ലേലൂയ മനോനിർണയങ്ങളിൽ ഇരിക്കുമ്പോൾ, പലരും അനങ്ങാതിരിക്കുമ്പോൾ, പലരും കൈകെട്ടിയിരിക്കുമ്പോൾ, ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് പലരും ആ വിധത്തിൽ ഇരിക്കുമ്പോൾ, എന്ന പകൽ വേളയിൽ പോർക്കളമേടിൽ നിൽക്കാൻ, പ്രാണനെ ത്യജിച്ച് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായ 2 കൂട്ടരാണ് സെബുലൂനും നഫ്താലിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ എല്ലാവരും പ്രാർത്ഥനയോടെ, ഹല്ലേലൂയ, ശത്രു ചിലരെ അപകരിക്കുമ്പോൾ, ശത്രു ഹല്ലേലൂയ ചിലരെ ഒക്കെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ചില കുടുംബങ്ങളെ ശത്രു ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ചില വ്യക്തികളെ ശത്രു ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽ വേളയിൽ ഇതെന്റെ വിഷയമല്ല എന്ന് പറഞ്ഞ് പലരും മാറി നിൽക്കുമ്പോൾ, ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ, പോർക്കളമേട്ടിൽ നിൽക്കാൻ, പ്രാണനെ ത്യജിച്ച് യുദ്ധം ചെയ്യാൻ എന്ന പകൽ വേള മുന്നിട്ടിറങ്ങിയ 2 കൂട്ടരാണ് സെബുലൂനും നഫ്താലിയും.
ഓരോ ദൈവത്തിൻ്റെ മക്കൾ ഓർക്കണം. ഇത് പല വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇതെന്നെ തൊടുന്ന വിഷയമൊന്നുമല്ല, ഇതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇന്ന് ഇത് ഒരാൾക്ക് വന്നെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രാണനെ ത്യജിച്ചും പോർക്കളമേറ്റ് നിൽക്കാൻ ചിലരെ ദൈവസഭയിൽ ദൈവം അന്വേഷിക്കുന്നു. ഇന്ന് പകൽവേള എത്ര പേര് തിരിച്ചറിയും പ്രാണനെ ത്യജിച്ച് നിൽക്കാൻ? അത് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കഷ്ടത വന്നാൽ, ആർക്കെങ്കിലും ഒരു ഞെരുക്കം വന്നാൽ, ആർക്കെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ഇതെന്നെ തൊടുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് ഇന്ന് പകൽവേള മാറിയിരിക്കാനല്ല ദൈവത്തിൻ്റെ വാക്കളെ വിളിച്ചത്. പോർക്കളമേറ്റിൽ നിൽക്കാൻ, പ്രാർത്ഥനയിൽ മുന്നേറാൻ, ആരാധനയിൽ മുന്നേറാൻ, ആത്മശക്തിയോടെ ശത്രുവിനെതിരെ പടപെട്ടി ജയിച്ചു കയറാൻ ഉള്ള ഒരു ആത്മനിയോഗം ഇന്ന് പകൽവേളയിൽ ദൈവത്തിൻ്റെ മക്കൾ ഏറ്റെടുക്കാൻ എത്ര ദൈവത്തിൻ്റെ മക്കൾ തയ്യാറാകും? പോർക്കളമേട്ടിൽ പ്രാണനെ ത്യജിച്ചുകൊണ്ട് നിൽക്കാൻ ഈ രണ്ട് ഗോത്രക്കാരും തയ്യാറാകാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും അനങ്ങാതിരിക്കുമ്പോൾ, എല്ലാവരും മിണ്ടാതിരിക്കുമ്പോൾ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഒരു കൂട്ടായ്മ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ, ചിലരൊക്കെ ഹല്ലേലൂയ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ യുദ്ധക്കളത്തിൽ നിൽക്കാൻ സെബൂലൂനും നഫ്താലിയും തയ്യാറായി. യുദ്ധക്കളത്തിൽ നിൽക്കാൻ ഇച്ചിരി പാടാ പ്രിയോടവരെ. അവിടെ എഴുതിയിരിക്കുന്നത് സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ നിന്നു. ഈ യുദ്ധക്കളത്തിൽ പ്രാണനെ ത്യജിച്ച് ഏത് സമയത്താ ചങ്കിന് നേരെ പ്രശ്നം വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ പ്രാണനെ ത്യജിച്ചും നിൽക്കാൻ ചിലർ തയ്യാറായി. ഹല്ലേലൂയ. അത് എടുത്തെടുത്ത് പറയാം. പരിശുദ്ധാത്മാവ് വ്യക്തമായി നിർദ്ദേശം നൽകുന്നുണ്ട്. ഞാൻ കൂടെ അത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. ഇന്ന് പകൽവേളയിൽ പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ശത്രു ചിലതിനെ നോട്ടമിടുമ്പോൾ, ശത്രു ചിലതിന്മേൽ പിടിമുറുക്കുമ്പോൾ, അവൻ്റെ രഥങ്ങൾ പലതിന്മേൽ ഉരുട്ടുമ്പോൾ ഇന്ന് പകൽവേളയിൽ ഓർത്തോണം, ആ യുദ്ധക്കളത്തിൽ നിൽക്കാൻ ചിലർ ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. സെബൂലൂനെ പോലെ നഫ്താലിയെ പോലെ പോർക്കളമേട്ടിൽ പ്രാണനെ ത്യജിച്ചും നിൽക്കാൻ ചിലരെ പ്രാർത്ഥനയിൽ പോരാടാൻ, ആത്മനിറവിൽ പോരാടാൻ, ഹല്ലേലൂയ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ്, അവൻ്റെ യുദ്ധതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് പോരാടി നിൽക്കാൻ ചെയ്യിപ്പാണ്ടൊക്കെ വണ്ണം ദൈവം ചിലരെ ദൈവസഭയിൽ അന്വേഷിക്കുകയാണ്. സ്തോത്രം. പ്രൈസ്. അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ വായിക്കുന്നത് അവർ ദൈവത്തിൻ്റെ പ്രസാദത്താൽ അല്ലേ, അവരെ ഹല്ലേലൂയ, സെബൂലൂൻ നഫ്താലിയെ കുറിച്ച് പറയാം, ദൈവത്തിൻ്റെ പ്രസാദം കൊണ്ട് തൃപ്തനാണ്, യഹോവയുടെ അനുഗ്രഹത്താൽ നിറഞ്ഞവനുമാണ്. അവരെ യുദ്ധം വന്ന സന്ദർഭത്തിൽ അവരെ പ്രാണനെ ത്യജിച്ചും പോർക്കളമേട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവരാണ്. 3 സ്തോത്രം. 68 സങ്കീർത്തനം അതിൻ്റെ 27 വാക്യം പോലൊന്ന് വായിക്കാം. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരുമുണ്ട്. ഓക്കെ, അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീൻ, യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും. അടുത്തത് സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. എവിടാ സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ടായിരുന്നത്? 24 വാക്യം. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. അടുത്ത വാക്യം. സംഗീതക്കാർ മുമ്പിൽ നടന്നു. ആ എഴുന്നള്ളത്തിൽ ആരുടെ എഴുന്നള്ളത്ത്? കൂടെ വരണേ. ആരുടെ എഴുന്നള്ളത്താ? ദൈവത്തിൻ്റെ എഴുന്നള്ളത്ത്. എവിടേക്കുള്ള എഴുന്നള്ളത്ത്? ആലയത്തിലേക്കുള്ള എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ആലയത്തെ, പഴയ നിയമകാലത്തെ അനുഭവമാണ്. ആലയത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ, ആലയത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അവിടെ ഹല്ലേലൂയ ആരുണ്ടായിരുന്നു? സെബൂലൂനും നഫ്താലിയും അവിടെ ഉണ്ടായിരുന്നു. നോക്കേ, 24 ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തേക്കുള്ള
എഴുന്നള്ളത്ത് തന്നെ. എന്നിട്ട് സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങൾ നിങ്ങൾ കർത്താവായ ദൈവത്തെ എന്ത് ചെയ്യുവിൻ? അപ്പോൾ ദൈവത്തെ സഭായോഗത്തിൽ വാഴ്ത്തിയപ്പോൾ, ദൈവത്തെ സഭായോഗത്തിൽ ഉയർത്തിയപ്പോൾ, ഹല്ലേലൂയ, ആ ദൈവം അവരുടെ നടുവിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഹല്ലേലൂയ, ഇറങ്ങി വരിക, ദൈവ സാന്നിധ്യം ഇറങ്ങി വരിക. അതുകൊണ്ടാ നമ്മൾ തിരുവചനത്തിൽ ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനെ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താറില്ലേ? ദൈവത്തിന് മക്കൾ ഒരുമിച്ച് ഒരു സഭായോഗത്തിൽ വരുമ്പോൾ കുറെ പേര് സ്തുതിക്കും, കുറെ പേര് സ്തുതിക്കാതിരിക്കും. എന്ന പകൽ വേളയിൽ ഹല്ലേലൂയ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിയുടെ നടുവിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽവേള ആ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അടുത്ത വായിക്കുന്നത്, ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങൾ നിങ്ങൾ ആരെ വാഴ്ത്തണമെന്നാണ്. വന്ന് കൊത്തി ഇരുന്നിട്ട് പോകാനല്ല ഒരു സഭായോഗം എന്ന് പറയുന്നത്. സഭായോഗത്തിന്റെ സീരിയസ്നെസ് ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കണം. കാഴ്ചക്കാരെ പോലെ വന്നിരുന്നിട്ട് എന്തോ കേട്ട് എന്തോ ഹല്ലേലൂയ അനുഭവിച്ച് മടങ്ങി പോകുകയല്ല. യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യം ഞാൻ നിങ്ങൾ അനുഭവിച്ചറിയാൻ സഭായോഗ വരുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും ദൈവത്തെ സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്ക് പോലും അധരം ചലിക്കുന്നില്ലെങ്കിൽ ഇന്ന് പകൽവേളയിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നോ ഇല്ലയോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ദൈവം എന്നോട് ഇടപെടണമെന്നും ദൈവം എന്നെ സ്പർശിക്കണമെന്നും അവൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയണമെന്നും അവൻ്റെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഹല്ലേലൂയ അവൻ എൻ്റെ കൈകൊണ്ട് പ്രവർത്തികളെ സാധ്യമാക്കി തരണമെന്നും ദൈവത്തിന് പ്രസാദം എന്റെ മേൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ദൈവത്തിന്റെ മക്കളും വെറുതെ ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല എന്ന പകൽ വേളയിൽ അത് അനുഭവിക്കണമെങ്കിൽ ആ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ പറഞ്ഞ പോലെ നമ്മളിവിടെ വന്നതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേൽ വരത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽവേളയിൽ ആ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആധാരം തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ എന്തിനാ വരുന്നത്? ഹല്ലേലൂയ. നമ്മൾ ഒരു ചടങ്ങ് തീർക്കാൻ വരുന്നവരല്ല. ജീവനുള്ള ദൈവത്തെ അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവുണ്ടായി ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വരുന്ന ദൈവത്തിന്റെ മക്കൾ മൗനമായി ഇരിക്കാതെ, ഹല്ലേലൂയ, ഒരു ചടങ്ങ് തീർക്കാൻ ഇരിക്കാതെ, പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ വന്നില്ലെങ്കിൽ പാസ്റ്റർ എന്തോ വിചാരിക്കും, മറ്റുള്ളവരെന്തോ വിചാരിക്കും എന്നുള്ള ചിന്തയല്ല പ്രത്യുത ദൈവ സന്നിധിയിൽ അത്രയും വരുന്നത്. സഭായോഗങ്ങൾ ദൈവത്തെ അവർ എന്ത് ചെയ്യട്ടെ? വാഴ്ത്തട്ടെ. അവിടെ അവരുടെ നായകനായി ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. ഇന്ന് പകൽവേള ആലയത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവിടെ ആരുണ്ടായിരുന്നു? ഈ സെബൂലൂന്റെ പ്രഭുക്കന്മാരുണ്ടായിരുന്നു. സാധാരണക്കാരല്ല, പ്രഭുക്കന്മാർ ദൈവ പാദപീഠത്തിലുണ്ടായിരുന്നു, ദൈവസന്നിധിയിലുണ്ടായിരുന്നു. അവരുടെ പ്രഭുക്കന്മാരെന്നൊക്കെ അവരുടെ വലിപ്പമൊന്നും ഓർക്കാതെ, പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ വലിപ്പമൊന്നും ഓർക്കാതെ ദൈവസന്നിധിയിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന ഇടത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ അവിടെയൊക്കെ അവരൊക്കെ പ്രഭുക്കന്മാരാ, ഉന്നതന്മാരാ, ശ്രേഷ്ഠന്മാരാ, ശക്തന്മാരാ, ഹല്ലേലൂയ, വലിയ പ്രഭുത്വ അനുഭവമൊക്കെ ഉള്ളവരാണ്. എന്നാൽ അവരെല്ലാം ദൈവസാന്നിധ്യത്തിൻ്റെ കീഴ്പ്പെടാനിടയായി തീർന്നു. ആ ദൈവസാന്നിധ്യം അവിടെ ആലയത്തിൽ വെളിപ്പെട്ടപ്പോൾ ആരുണ്ടായിരുന്നെന്നാണ് പറയുന്നത്? സെബൂലൂനും നഫ്താലിയും അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആരാധന സ്ഥലത്ത് ആരുണ്ടായിരുന്നു? അവരുണ്ട്. അപ്പോൾ പോർക്കളമേട്ടിലുണ്ടായിരുന്നു, പ്രാണനെ ത്യജിച്ചവരുണ്ടായിരുന്നു. ആരാധന സ്ഥലത്ത് ആരുണ്ടായിരുന്നു? കൂടെ പറഞ്ഞേ, ആരാധന സ്ഥലത്ത് ആരുണ്ടായിരുന്നു? നഫ്താലിയും സെബൂലൂനും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു യുദ്ധം വന്നപ്പോൾ അവിടെയുണ്ട്, ഒരു ആരാധന വന്നപ്പോൾ അവിടെയുണ്ട്, ഇവിടെയെല്ലാം ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ നഫ്താലി ദേശത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് യോശുവയുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഈ ഇസ്രായേൽ മക്കൾക്ക് സങ്കേത നഗരങ്ങളുണ്ടായി. അത് സാധാരണപ്പെട്ട സ്ഥലമൊന്നുമല്ല.
വളരെ വിശിഷ്ടമായ സ്ഥലമാണ് സങ്കേത നഗരങ്ങളായിട്ട് തിരഞ്ഞെടുക്കാൻ ഇടയായിത്തീരുന്നത്. 7-ാമത്തെ വാക്യം, അങ്ങനെ അവർ നഫ്താലി നാട്ടിൽ ഗലീലയിലെ ഗലീലയിലെ കേദെശും കേദേശും എഫ്രയീം മലനാട്ടിൽ മലനാട്ടിൽ ശേഖേമും യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന കിരിയത്ത് അർബയും. ഇങ്ങനെ താഴോട്ട് പല സ്ഥലങ്ങൾ വായിക്കണം. അവിടെ എല്ലാം സങ്കേത നഗരങ്ങളുണ്ടായിരുന്നു. സങ്കേത നഗരങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടല്ലോ. അപ്പോൾ ആ സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നഫ്താലി നാട്ടിൽ ഗലീലയിലെ കേദേശ്. അപ്പോൾ നഫ്താലിയിലെ ഒരു സ്ഥലമാണ് ഗലീല എന്ന് പറയുന്ന സ്ഥലവും. സ്തോത്രം. അപ്പോൾ സങ്കേത നഗരം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം. പക്ഷെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, സ്തോത്രം, അവർ ഇപ്പോൾ ഈ ശ്രേഷ്ഠതയെല്ലാം പറയാനുണ്ടായിരുന്ന ഈ ജനം ഇപ്പോൾ എവിടെയാണ്? ഇരുട്ടിലാണ്, അന്ധകാരത്തിലാണ്, മരണത്തിൻ്റെ ദേശമായി മാറി, മരണ നിഴലിൻ്റെ സ്ഥലമായിട്ട് എന്ത് ചെയ്തു? മാറി. എന്താ കാരണം? സ്തോത്രം. അവർ ദൈവത്തിൻ്റെ പ്രസാദമുള്ളവരായിരുന്നെന്നേ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നവരാണെന്നേ, യുദ്ധക്കളത്തിൽ അവർ നിന്നവരാണെന്നേ, പോർക്കളമേട്ടിൽ അവർ നിന്നവരാണെന്നേ, പ്രാണനെ ത്യജിച്ച് ഇന്ന് ശ്രദ്ധിച്ചേ സഹോദരിമാരെ, നിങ്ങൾ അശ്രദ്ധരായിട്ടിരിക്കരുത്, ശ്രദ്ധിച്ചേ. യുദ്ധക്കളത്തിൽ അവർ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടായിരുന്നവരാണെന്നേ, ഹല്ലേലൂയ, അവർ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നവരാണെന്നേ, പ്രാണനെ ത്യജിച്ച് യുദ്ധക്കളത്തിൽ നിന്നവരാണെന്നേ, പോർക്കളമേട്ടിൽ നിന്നവരാണെന്നേ, ആരാധന സ്ഥലത്ത് അവരുണ്ടായിരുന്നതാണ്, ആരാധനയോ ദൈവസാന്നിധ്യം അവർ അനുഭവിച്ചവരാണെന്ന്. പക്ഷേ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്പോൾ ആ ദേശം എങ്ങനെയാണ്? ചിന്തകളിലേക്ക് നിങ്ങൾ വരുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചേ. ചിന്തകളിലേക്ക് ഹല്ലേലൂയ വരുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഇപ്പോൾ ആ ദേശം ഇരുട്ടിലാണ്, ഇപ്പോൾ ആ ദേശം അന്ധകാരത്തിലാണ്, ഇപ്പോൾ ആ ദേശം മരണത്തിൻ്റെ ദേശമാണ്, ഇപ്പോൾ ആ ദേശം മരണം നിഴലിൻ്റെ താഴ്വരയിലാണ്. എന്താ കാരണം? എല്ലാവരും പ്രാർത്ഥനയോടെ. കാരണം യെശയ്യാപ്രവചനം 9-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. യെശയ്യാപ്രവചനം 9-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും. വാക്യം ശ്രദ്ധിക്കണം. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിൽ ശ്രദ്ധിച്ചേ, മതിമാളെ, ബാക്കി പിന്നെ വായിക്കാം. സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ആര് ഹീനത വരുത്തി? ദൈവം ഹീനത വരുത്തി. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടായിരുന്നവരല്ലേ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നവരല്ലേ, മറ്റുള്ളവരൊക്കെ അനങ്ങാതിരുന്നപ്പോഴും പോർക്കളമേട്ടിൽ നിന്നവരല്ലേ, മറ്റുള്ളവർ മിണ്ടാതിരുന്നപ്പോൾ പ്രാണനെ ത്യജിച്ച് യുദ്ധം ചെയ്തവരല്ലേ, ആലയത്തിൽ ദൈവ സാന്നിധ്യം റിലീസ് ചെയ്തപ്പെട്ടപ്പോൾ ആലയത്തിൽ നിന്ന് ശക്തിയോടെ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കത്തക്ക നിലയിൽ ദൈവത്തെ സഭായോഗത്തിൽ വാഴ്ത്തിയവരല്ലേ? ആണോ? സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്ഥലമുള്ളവരല്ലേ? ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പ്രശംസയായി പറയാനുണ്ട്. പക്ഷെ ഇവിടെ യെശയ്യാപ്രവചനത്തിൽ പറയുകയാണ്, ദൈവം അവർക്ക് ഹീനത വരുത്തി. ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടായിരുന്ന ജനത്തിന് ഹീനത വന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്ന ജനത്തിന് ഹീനത വന്നു, ദൈവത്തിന് വേണ്ടി ജനത്തിനു വേണ്ടി ആത്മീക യുദ്ധം നടത്തിയ ജനത്തിന് ഹീനത വന്നു, ആരാധനയിൽ ദൈവത്തെ തകർത്താരാധിച്ച ജനത്തിന് ഹീനത വന്നു. എങ്ങനെ സംഭവിച്ചു? ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് റെഫറൻസ് സഹിതം ഓർപ്പിക്കുമ്പോൾ നിങ്ങളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഞാൻ ഓർപ്പിക്കാം. സ്തോത്രം. രമല്യാവിൻ്റെ മകനായ പേക്കക്ക് ഇസ്രായേലിൽ രാജാവായി ശമരിയിൽ 20 വർഷം എന്ത് ചെയ്തു? വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് എന്ത് ചെയ്തു. അതുകൊണ്ട് അവൻ്റെ കാലത്ത് അശ്ശൂർ രാജാവായ തിഗ്ലത്ത് പിലേസർ വന്ന്
ഗലീലയും നഫ്താലി ദേശം മുഴുവനും പിടിച്ച് നിവാസികളെ ബദ്ധരാക്കി എവിടേക്ക് കൊണ്ടുപോയി? അശൂരിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, രമല്യാവിൻ്റെ മകനായ പേക്കഹ ഇസ്രായേലിൽ രാജാവായിട്ട് ഇരിക്കുമ്പോൾ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് എന്ത് ചെയ്തു? എല്ലാവരും പ്രാർത്ഥനയോടെ ഇന്ന് പകലിൽ ഓരോ ദൈവത്തിൻ്റെ മക്കളും ഓർക്കേണ്ടുന്ന കാര്യം ഇന്നലെ എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഇന്നലെ ദൈവത്തിന് പ്രസാദം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ഇന്നലെ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചു എന്നുള്ളതല്ല, ഇന്നലെ യുദ്ധക്കളത്തിൽ നിന്നു എന്നുള്ളതല്ല, ഇന്നലെ പോർക്കളമേട്ടിൽ പ്രാണനെ ത്യജിച്ചു നിന്നു എന്നുള്ളത് നിന്റെ സാക്ഷ്യമായിരിക്കാം, ഇന്നലകളിൽ ദൈവത്തെ ആരാധിച്ചു എന്നുള്ളത് സാക്ഷ്യമായിരിക്കാം. എന്നാൽ ദൈവം നമ്മിൽ പകർന്ന ദൈവത്തിൻ്റെ പ്രസാദവും ദൈവം നമ്മിൽ പകർന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവും നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എത്ര പേര് തിരിച്ചറിയും? അതുകൊണ്ട് മോശ പ്രാർത്ഥിച്ചത്, യഹോവേ ഹല്ലേലൂയ, 90 സങ്കീർത്തനത്തിലെ 17-ാമത്തെ വാക്യം, ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ വരുമാറാകട്ടെ എന്നല്ല, ഞങ്ങളുടെ മേൽ എന്ത് ചെയ്യുമാറാകട്ടെ? ഇരിക്കുമാറാകട്ടെ. ഇന്നലകളിൽ നിന്റെ മേൽ വന്ന ദൈവത്തിന്റെ പ്രസാദം ഹല്ലേലൂയ നിന്റെ മേൽ നിലനിർത്താൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ദൈവ വഴി വിട്ടുപോയാൽ ഇന്നലകളിൽ ദൈവപ്രസാദം അനുഭവിച്ചു എന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷെ ദൈവ വഴി വിട്ടുപോയാൽ ദൈവത്തിന്റെ പ്രസാദം നിലനിൽക്കണമെന്നില്ല. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ദൈവ വഴിവിട്ട് ഹല്ലേലൂയ ഒരു രാജാവും ജനതയും പോയപ്പോൾ ഇന്നലകളെ പ്രസാദം അനുഭവിച്ച, ഇന്നലകളെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്ന, ഇന്നലെ പോർക്കളമേറ്റ് നിന്ന, ഇന്നലെ പ്രാണനെ ത്യജിച്ച് നിന്ന, ഇന്നലെ ആലയത്തിൽ ഹല്ലേലൂയ ശക്തിയോടെ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച ജനം ഇന്ന് ഹീനത വരാനിടയായി തീർന്നു. എന്ത്? ദൈവത്തിന്റെ പ്രസാദം അവരിൽ നിന്ന് പോയി. ഹല്ലേലൂയ, മഹത്വം പോയി എന്ന് പറയുന്നത് പോലെ ഇന്ന് പകൽവേളയിൽ ദൈവത്തിന്റെ പ്രസാദം പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഹീനത സംഭവിക്കും. എത്ര പേര് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ കഴിയും? നിന്റെ ജീവിതത്തിൽ ദൈവം പകർന്ന ഒരു ദൈവത്തിന്റെ പ്രസാദമുണ്ട്, നിന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്, നിന്റെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ കൃപകളുണ്ട്. പക്ഷെ ദൈവം വഴി വിട്ട് ആര് പോയാലും അത് ഹല്ലേലൂയ ഇന്നലകളിൽ എന്ത് ലഭിച്ചു എന്നുള്ളതല്ല, ആ പ്രസാദം നിലനിർത്താൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം, അല്ലെങ്കിൽ ഹീനത സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഹീനത സംഭവിക്കും. പ്രിയമുള്ളവരെ, ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവ ശൗലിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് എന്ത് ചെയ്തത്? തെരഞ്ഞെടുക്കാൻ ഇടയായി തീർന്നത്. അവൻ പോലും വിചാരിച്ചില്ല അവനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് എന്ത് ചെയ്യുമെന്ന്, തെരഞ്ഞെടുക്കുമെന്ന്. പക്ഷേ ആ തെരഞ്ഞെടുത്ത ശൗല് നമ്മള് 1 ശമൂവേലിന്റെ പുസ്തകം 11-ാമത്തെ അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ അവൻ അഭിഷേകത്താൽ നിറയപ്പെട്ടു, അവൻ പ്രവചിക്കുന്നവനായിരുന്നു. അല്ലേ? അതുകൊണ്ട് ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടായി, ശൗലം ഉണ്ടോ? ഒന്ന് പറ പ്രിയമുള്ളവരെ, ശൗലം ഉണ്ടോ? പ്രവാചകന് ഇന്നലെ ഹല്ലേലൂയ ആ കൃഷിക്കാരനൊക്കെ ആയിട്ട് ഹല്ലേലൂയ ഒക്കെ നടന്നവനാ. പക്ഷേ അവന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ അവൻ പ്രവചിച്ചു. എന്നിട്ട് അവനെ കുറിച്ച് നാട്ടുകാർ പറയാ, ശൗലം ഉണ്ടോ? ശ്രദ്ധിച്ചേ ശൗലം ഉണ്ടോ? പ്രവാചക ഗണത്തിൽ ആ ശൗലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. 11-ാമത്തെ അധ്യായം 1 ശമൂവേൽ 11-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഹല്ലേലൂയ 1 ശമൂവേൽ 11-ാം അധ്യായം പെട്ടെന്ന് ഇടുവാനേ, 1-ാമത്തെ വാക്യം. അനന്തരം അമ്മോന്യനായ നാഗാശ് പുറപ്പെട്ടു വന്ന ഗിലെയാദിലെ യാബേശിന് നേരെ പാളയമിറങ്ങി അവരുടെ നേരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഹല്ലേലൂയ യാബേശ് നിവാസികൾ ആകെ എന്ത് ചെയ്തു? ഭയപ്പെട്ടു പോകാനിടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ യാബേശിലെ നിവാസികൾ അവരോട് നാഗാശിനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളെ വിടുവിക്കണമേ എന്നൊക്കെ അഭ്യർത്ഥിച്ചു. അന്നേരം പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകളൊക്കെയും ചൂഴ്ന്നെടുത്ത് എനിക്ക് തരികയും സകല ഇസ്രായേലിന്മേലും ഈ നിന്ന വരുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഹല്ലേലൂയ
നിങ്ങളെ ആ വിധത്തിൽ ഞാൻ വെറുതെ വിടാമെന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കളെല്ലാം ഭയപ്പെട്ടു പോയി. ഭയപ്പെട്ട് അവരാകെ കരഞ്ഞപ്പോൾ അവർ ഒരു സാവകാശം ചോദിച്ചു. ഞങ്ങളുടെ എല്ലാ ദേശങ്ങളിലും ഇതറിയിച്ച് ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കാൻ വരുമോ എന്ന് അറിയാനായിട്ട് ഒരവസരം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ദേശാന്തരങ്ങളിലെല്ലാ കാര്യങ്ങൾ ദൂതന്മാരെ വിട്ട് അറിയിച്ചു. ശൗലിൻ്റെ ഗവിയിലും ഈ വർത്തമാനം എത്തി. ശൗല് ഹല്ലേലൂയ കൃഷിയിടത്തുനിന്ന് കയറി വരുന്ന സന്ദർഭമാണ്. ശൗല് ജനമെല്ലാം കരയുന്നത് കേട്ടപ്പോൾ എന്താ കരയുന്നെന്ന് ചോദിച്ചു. ഉടനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നു. ശൗലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവനെ കാളയൊക്കെ അറുത്ത് ദേശങ്ങളിലൊക്കെയും കൊടുത്തുവിട്ട് ആരെങ്കിലും ശൗലിൻ്റെയും ദൈവത്തിൻ്റെ പുറകാലെ വരാതിരിക്കുന്നെങ്കിൽ അവൻ്റെയും കാളകളെ ഇതേപോലെ ആക്കുമെന്ന് പറഞ്ഞ ഒരു ആഹ്വാനമൊക്കെ കൊടുത്തിട്ട് യാബേസ് നിവാസികളോട് പറഞ്ഞു, നാളെ വെയിൽ മൂക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും? രക്ഷയുണ്ടാകും. സ്തോത്രം. അങ്ങനെ ജനമെല്ലാം യുദ്ധത്തിന് വേണ്ടി വന്നു. യുദ്ധക്കളത്തിൽ ദൈവം ശൗലിനോട് കൂടെയിരുന്നു. വലിയൊരു വിജയം കൊടുത്തു. യാബേസ് നിവാസികളെ രക്ഷിച്ചു. നാഗാശിനെ പരാജയപ്പെടുത്തി. ഇന്ന് പകൽവേളയിൽ അങ്ങനെ ആത്മനിറവിൽ നിന്നവനാര്? ശൗല്. എന്നാൽ 13-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 1 ശമൂവേൽ 13-ന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കും. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജത്വം നിലനിൽക്കുകയില്ല. ഇന്ന് പകലിൽ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. അവന്റെ രാജത്വം എന്നേക്കുമായിട്ട്, ഒന്ന് കൂടെ വരണേ, നിലനിർത്തണമായിരുന്നു എന്ന ദൈവത്തിന് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പകൽവേളയിൽ ഇവിടെ ശമൂവേലിൽ കൂടെ ദൂത് പറയാം, നിന്റെ രാജ്യത്തെ എന്നേക്കും നിലനിർത്തണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ നീ അത് നിലനിർത്തിയില്ല. എത്ര ഭയത്തോടെ നമ്മൾ ആ വാക്യമൊക്കെ വായിക്കേണ്ടുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഭയമൊന്നും തോന്നില്ല, പക്ഷേ എനിക്കത് വായിക്കുമ്പോൾ ഭയം തോന്നും. പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കൾ, തമ്പുരാൻ നമ്മെ തള്ളിക്കളഞ്ഞാൽ അത് തള്ളിക്കളഞ്ഞതാണ്. ഹല്ലേലൂയ. തമ്പുരാൻ തള്ളിക്കളഞ്ഞാൽ അത് തള്ളിക്കളഞ്ഞതാ. അതുകൊണ്ട് എത്ര ഭയത്തോടെ ദൈവത്തെ സേവിക്കണമെന്നറിയാമോ? നമ്മുടെ മേൽ പകരപ്പെട്ട നമ്മുടെ വിളിയും നമ്മുടെ തിരഞ്ഞെടുപ്പും നമ്മുടെ മേൽ പകരപ്പെട്ട ആത്മീയ അനുഭവവും നമ്മുടെ മേൽ പകർന്ന എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് പകൽവേള അത് നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നാട്ടുകാർക്കല്ല, അടുത്തിരിക്കുന്നവർക്കല്ല. ഇന്ന് പകൽവേള എൻ്റെ മേൽ പകരപ്പെട്ടത് നിലനിർത്താനുള്ള ഉത്തരവാദിത്വം എനിക്കാ ഉള്ളത്. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം നൽകിയ അനുഭവങ്ങൾ നിലനിർത്തണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, അത് നിലനിർത്താൻ എന്ത് ത്യാഗവും സഹിക്കണം. ഇന്നലകളിൽ സെബുലോൻ ദേശവും നഫ്താലി ദേശവും ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചു, ദൈവത്തിന്റെ പ്രസാദം പ്രാപിച്ചു. അവർ യുദ്ധക്കളത്തിൽ നിന്ന് വിജയം നേടിയവരാ, ആരാധന സ്ഥലത്ത് തകർത്തവര്, ആരാധിച്ചവരാ, ദൈവസാന്നിധ്യം അനുഭവിച്ചവരാ. പക്ഷെ ദൈവ വഴി വിട്ടുപോയപ്പോൾ തമ്പുരാൻ ഹീനത വരുത്തിയെങ്കിൽ ഇന്ന് പകൽവേളയിൽ ആര് ദൈവത്തെ വിട്ടുപോകുന്ന അവർക്ക് ഹീനത സംഭവിക്കും. അത് പറഞ്ഞപ്പോൾ ആരും സ്തോത്രം പറയുന്നില്ല. അവർക്ക് എന്ത് സംഭവിക്കും? ഹീനത സംഭവിക്കും. പക്ഷേ അവിടെ കൊണ്ട് തമ്പുരാൻ നിർത്തിയില്ല. ദൈവം അത്ര കരുണയുള്ളവനാണെന്നറിയാമോ? യെശയ്യാപ്രവചനത്തിലെ ആ വാക്യം, 1-ാമത്തെ വാക്യം 9:1 പെട്ടെന്നൊന്ന് വായിക്കാമോ? പെട്ടെന്ന് 9:1. സ്തോത്രം. സെബുലൂൻ ദേശത്തിനും ഹീനത വരുത്തിയെങ്കിൽ പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി. ഞാൻ ഒരിക്കലും ഒരു മീറ്റിങ്ങിൽ പിന്നത്തേതിൽ നിന്ന് പറയുന്ന ആ വിഷയം തന്നെ 2 മീറ്റിങ്ങിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ഭാഗത്തെ പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി ഇച്ചിരി പഞ്ചിന് വായിക്കുമോളെ. പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിലും മഹത്വം എന്ത് ചെയ്യും? വരുത്തും. ഇന്ന് പകൽവേളയിൽ ഹീനത വന്ന ദേശത്തിന് ദൈവം ഒരു അവസരം കൂടെ നൽകിയ, പിന്നത്തേതിൽ ഞാനൊരു മഹത്വം വരുത്തും.
ഇന്ന് പകൽവേളയിൽ ഈ വചന ശുശ്രൂഷ നമ്മൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം ഓർക്കണം. ഇന്നലകളിൽ ദൈവപ്രസാദത്തിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ ദൈവ വഴി വിട്ടുപോയി ഹീനത വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഹല്ലേലൂയ ഒരവസരം കൂടെ നമുക്ക് തരാൻ ശക്തിയുള്ള ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുത്താൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുത ക്രിയകൾ നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ നമ്മുടെ കർത്താവ് ശക്തിയുള്ളവനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതിനു വേണ്ടിയാണ് എൻ്റെ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അത് പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുകയാണ് അല്ലേ. പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ട് യശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുവാൻ ഇങ്ങനെ സംഭവിച്ചു. നോക്ക്, യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ഇനി എല്ലാവരും ശ്രദ്ധിക്കണേ, 5-6 മിനിറ്റോട് ഞാൻ അവസാനിപ്പിക്കാം. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുവിന് മുന്നോടിയായിട്ട് ഈ ഭൂമിയിൽ വന്ന ഒരുവനാണ് ആര്? യോഹന്നാൻ സ്നാപകൻ. ആ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറയുന്ന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ട്. 1-ന്റെ 6-ാമത്തെ വാക്യം. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേര്. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല. നോക്കെ, എന്നിട്ട് യോഹന്നാൻ പറയാണ്, ഞാൻ വെളിച്ചം ആയിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ അത്രേ. ആരാ വെളിച്ചം? യേശു. യോഹന്നാന് പറയാണ്, ഞാൻ വെളിച്ചമല്ല, പക്ഷെ ഞാൻ എന്തിനാ വന്നത്? വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതിനത്രേ വന്നത്. അടുത്ത വാക്യം കൂടെ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ട് ഇരുന്നു. അതാരാ? യേശു. ഇന്ന് പകൽവേളയിൽ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം അത് യേശു അത്രേ. ഇന്ന് പകൽവേളയിൽ ഇരുളിലിരിക്കുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു എന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നേരത്തെ വായിച്ചല്ലോ. അന്ധതമസിലിരുന്ന ജനം, ഇരുട്ടിലിരുന്ന ജനം, മരണത്തിന്റെ താഴ്വരയിലിരുന്ന ദേശം, മരണത്തിന്റെ ദേശം, അത് വലിയ വെളിച്ചം കാണാനിടയായി തീർന്നു. ഇന്ന് പകൽവേളയിൽ ഹീനത വന്ന ദേശത്ത് വെളിച്ചമായവൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഹീനത വന്ന ഏത് ഇടങ്ങളുണ്ടെങ്കിലും ഇന്ന് പകൽവേളയിൽ വെളിച്ചമായവൻ അവിടെ പ്രത്യക്ഷനാകുമ്പോൾ സകല ഹീനതയെയും മാറ്റാൻ ഈ വെളിച്ചമായവനെ കഴിയുമെന്നുള്ളത് ഇന്ന് പകൽവേളയിൽ എത്ര ദൈവത്തിന് മക്കൾ തിരിച്ചറിയാൻ ഇടയായിത്തീരും. സാക്ഷാൽ വെളിച്ചമായവൻ യോഹന്നാൻ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഏത് ഇടങ്ങളിൽ ഹീനത സംഭവിച്ചിട്ടുണ്ടോ എല്ലാ ഹീനതയെയും മാറ്റാൻ ഇന്ന് പകൽവേള സാക്ഷാൽ വെളിച്ചമായവൻ ഇന്ന് പകൽവേളയിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഈ മത്തായിയുടെ സുവിശേഷം അതിന്റെ 20 നമ്മൾ വായിച്ച അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 4-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട്. ആര് ചുറ്റി സഞ്ചരിച്ചു? പോരാ, ഞാൻ ഉദ്ദേശിച്ച ആൻസറിലോട്ട് നിങ്ങൾ വന്നില്ല. ആര് ചുറ്റി സഞ്ചരിച്ചു? വെളിച്ചം ചുറ്റി സഞ്ചരിച്ചു. ഇന്ന് പകൽവേളയിൽ അതുകൊണ്ട് ഞാൻ ആദ്യമേ അതൊക്കെ പറഞ്ഞത് സാക്ഷാൽ വെളിച്ചമായവൻ ആരാ? യേശു. ആ യേശു അന്ധകാരം നിറഞ്ഞ ഇരുട്ട് നിറഞ്ഞ ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും, എല്ലാവരും പ്രാർത്ഥനയോടെ, ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. സകല ദീനവും സകല വ്യാധിയും മരണത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ്.
ഇന്ന് പകൽ വേളയിൽ എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനകത്ത് ചിലരെ തൊട്ട് വിടിവിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാ ദൈവത്തിൻ്റെ മക്കളും പ്രാർത്ഥനയോടെ ഹല്ലേലൂയ. ദീനം, വ്യാധി, ഇത് മരണം. അതുകൊണ്ടാണ് പറയുന്നത് അവർ മരണത്തിൻ്റെ ദേശത്താണ്, അവർ മരണനിഴലിൻ്റെ അനുഭവത്തിലാണ്. ഇന്ന് പകൽ വേളയിൽ മരണനിഴലിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്നതിന് സാക്ഷാൽ വെളിച്ചമായ കർത്താവ് ഇന്ന് പകൽ വേളയിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സകല മരണത്തിന്റെ അനുഭവത്തെയും മാറ്റാൻ കഴിയുന്ന എല്ലാവരും പ്രാർത്ഥിച്ച്. ചിലരൊക്കെ ദൈവത്തിന്റെ ആത്മാവ് തൊടുകയാണ്, ദൈവത്തിന്റെ ശക്തി ചിലരെ തൊടുകയാണ്. മരണത്തിന്റെ അനുഭവത്തിൽ ഭീതിയോടെ കഴിയുന്ന ഹല്ലേലൂയ അതിന് ചുറ്റി സഞ്ചരിക്കാൻ കഴിയുന്ന സാക്ഷാൽ വെളിച്ചമായവൻ ഇന്ന് പകൽ വേളയിൽ ചുറ്റി സഞ്ചരിച്ചാൽ ഹീനത മാറുക മാത്രമല്ല, സകല മരണത്തിന്റെ ദേശവും മരണം മാറി സകല മരണത്തിന്റെ നിഴലിൽ താമസിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താലും വചനത്താലും മരണത്തിന്റെ ഭയത്തിൽ കഴിയുന്ന ചിലതിനെ ഇന്ന് പകൽ വേള ഈ ആരാധനയുടെ നടുവിൽ എൻ്റെ യേശു സ്പർശിക്കുകയാണ്, എൻ്റെ യേശു സ്പർശിക്കുകയാണ്. സാക്ഷാൽ വെളിച്ചമായവൻ, സാക്ഷാൽ വെളിച്ചമായവൻ, ഹല്ലേലൂയ, ലോകത്തിന്റെ വെളിച്ചമായവൻ ഇന്ന് പകൽ വേള ഇരുട്ട് മാറ്റുക മാത്രമല്ല, ചില മരണത്തിന്റെ അനുഭവങ്ങളുള്ള ഒരു വലിയ വിടുതൽ. രക്തത്താലും വചനത്താലും, രക്തത്താലും വചനത്താലും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ രക്തത്താലും വചനത്താലും മരണഭീതിയിൽ കഴിയുന്ന, മരണനിഴലിന്റെ അനുഭവത്തിൽ കഴിയുന്ന, ഹല്ലേലൂയ, എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യവുമായി നിൽക്കുന്ന അനുഭവത്തിൽ കഴിയുന്ന ചിലരുടെ മരണം മാറ്റി ജീവനിലേക്ക് നടത്താൻ ഇന്ന് പകൽ വേള ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഈ ആരാധനയുടെ നടുവിൽ ചില വ്യക്തി ജീവിതങ്ങളിലേക്ക് അത് ആഴത്തിൽ ചെന്ന് അതിന്റെ ക്രിയകൾ ചെയ്യുകയാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സകല ദീനത്തെയും സകല വ്യാധിയെയും എൻ്റെ കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താലും വചനത്താലും, രക്തത്താലും വചനത്താൽ ആത്മശക്തി, ആത്മശക്തി, ദൈവശക്തി, ദൈവശക്തി, ദൈവകൃപ, ദൈവകൃപ. പ്രിയമുള്ളവരെ, വചനത്തിന്റെ വിടുതലുകൾ ദൈവമക്കൾ അനുഭവിക്കണം, വചനത്തിന്റെ ശക്തി ദൈവത്തിന്റെ മക്കൾ അനുഭവിക്കണം. ഒരാരാധനയെ വന്നിട്ട് ചുമ്മാതെ ഒരു ചടങ്ങ് തീർത്തിട്ട് പോകുകയല്ല. ഇവിടെ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം ജീവനും ശക്തിയുമുണ്ട്. ഹല്ലേലൂയ. വചനം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം സഹോദരന്മാരുടെ മീറ്റിംഗ് പറഞ്ഞു. ഞാൻ മറ്റൊരു എന്താ ഒലിവിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ച സമയത്ത് ഞാൻ പറഞ്ഞു വേറൊരു ഭാഗമാണ് ഞാൻ പ്രസംഗിക്കാനൊക്കെ നേരത്തെയൊക്കെ തയ്യാറാണ്. പക്ഷേ കഴിഞ്ഞ രാത്രിയിലാണ് ആത്മാവ് ഈ ഒരു ഭാഗത്തേക്ക് എന്നെ നടത്താനിടയായി തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വേറെ ഒരു പ്രസംഗമൊക്കെ എഴുതി ഞാൻ ഡയറിക്കകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആത്മാവ് ഈ ഒരു ഭാഗത്തേക്ക് എന്നെ നടത്തിയതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശമുണ്ട്. ചില മരണാനുഭവങ്ങൾ മാറത്തക്ക നിലയിൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ചില ഹീനതകൾ മാറാൻ ചില മരണത്തിൻ്റെ അനുഭവങ്ങളിൽ ഇരിക്കുന്ന ചിലതിനെ എൻ്റെ ദൈവത്തിന് വിടുവിക്കാൻ പദ്ധതിയുണ്ട്. ഞാനത് പരിപൂർണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. അത് ജീവിതങ്ങൾ ഏറ്റെടുക്കും. അവൻ ചുറ്റി സഞ്ചരിച്ചു, അവൻ ചിലരെ സൗഖ്യമാക്കി. ആ ദേശത്ത് മുഴുവനും അവൻ ജനത്തെ സൗഖ്യമാക്കാനിടയായി തീർന്നു. അവരുടെ ഹീനത മാറി. നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൻ്റെ ഒരു 3-4 വാക്യങ്ങൾക്ക് മുമ്പിൽ അവൻ ഗലീലയിൽ കൂടെ സഞ്ചരിച്ചു. അതിൻ്റെ 3-4 വാക്യങ്ങൾക്ക് മുമ്പിലാണ് അവൻ ഗലീലയിൽ കൂടെ സഞ്ചരിച്ചു. അന്ത്രയോസിനെയും പത്രോസിനെയും സബദി മക്കളായ യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ അവൻ എന്ത് ചെയ്തു? അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗങ്ങളിലാണ്. അവൻ ഗലീല കടൽ പുറത്ത് നടക്കുമ്പോൾ പത്രോസ് അവിടെയല്ല. ഈ ശിഷ്യന്മാരെയൊക്കെ മിക്കവാറും പേരെ അവൻ തിരഞ്ഞെടുക്കുന്ന ഇവിടെ നിന്നാണ്, മരണനിഴലിൻ്റെ ദേശത്ത് നിന്ന്,
ഹീനത വന്ന ഇടത്തുനിന്ന്. എന്തിനാ? പിന്നത്തേതിൽ മഹത്വം വരുത്തുമെന്നുള്ളത് ദൈവത്തിൻ്റെ യെശയ്യാവിൽ കൂടെയുള്ള പ്രവചനമായിരുന്നെങ്കിൽ ഇന്ന് പകൽവേള ഹീനത വന്ന ഇടത്തുനിന്ന് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കാൻ ദൈവം ചിലതിനെ തിരഞ്ഞെടുക്കുകയാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ വെള്ളവസ്ത്രധാരികളായ 2 ദൂതന്മാർ പ്രത്യക്ഷനായിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എല്ലാവരും സ്വർഗങ്ങളിലേക്ക്, മേഘങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പറയുന്ന ചോദ്യം, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ മടങ്ങി വരും. ഇന്ന് പകൽവേളിൽ ഹീനത വന്ന ദേശത്ത് ദൈവത്തിൻ്റെ മഹത്വമാകാൻ, ദൈവത്തിൻ്റെ സാക്ഷികളാകാൻ ചിലരെ എൻ്റെ ദൈവം തെരഞ്ഞെടുത്ത് ലോകം മുഴുവനും ആ ദൈവമാർഗം പ്രകാശിക്കത്തക്ക നിലയിൽ ദൈവം അവരെ ഉപയോഗിച്ചെങ്കിൽ പിന്നത്തേതിൽ മഹത്വം വരുത്തുമെന്ന് എൻ്റെ ദൈവം അരുളി ചെയ്തെങ്കിൽ ഇന്ന് പകൽവേള ആ മഹത്വവാനായവൻ നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്നു.